ഈ ജനവാസ മേഖലകളിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സംഭവങ്ങൾ നിരന്തരമാണ്. പ്രത്യേകിച്ച് പാലക്കാട്, അതേപോലെ വയനാട്, ഇടുക്കി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. അവിടെ ഈ കഞ്ചിക്കോട്ട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഇതേ സ്ഥലത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ കഞ്ചിക്കോട്, കളപ്പാറ, കൊട്ടാമുട്ടി മേഖലകളിലൊക്കെയാണ് കുട്ടിയാനകൾ ഉൾപ്പെടെ 10ഓളം ആനകൾ എത്തിയത്. ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നതും. കുട്ടിയാനകളടക്കം ആനകൾ അവിടെ ഉണ്ട്. അജിത് ബാബു ഉണ്ട്. അജിത്ത്, ഈ ആനക്കൂട്ടം ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണോ? സേതുലക്ഷ്മി, പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വളരെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ആനയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാട് കയറ്റി വിട്ടത്. ഒരുപാട് പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് ഇന്ന് രാവിലെ ആയപ്പോൾ ഈ ആനക്കൂട്ടം വീണ്ടും ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ തന്നെ നിലയുറപ്പിക്കാനുള്ള തീരുമാനത്തിലാണെന്നുള്ളത് പോലെയാണ് കയറി പോകുന്നു, തിരിച്ചിറങ്ങി വരുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ആനക്കൂട്ടം പെരുമാറുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് സത്യം പറഞ്ഞാൽ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടുകാരൊക്കെ വലിയ തരത്തിലുള്ള അസംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതം വലിയ തരത്തിൽ ദുരിതത്തിലാകുന്നുണ്ട്. കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം അത്ര സുഖമുള്ളതല്ല. കാരണം വലിയ പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അട്ടപ്പാടിയിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അട്ടപ്പാടിയിലും ആനക്കൂട്ടത്തെ ഇറങ്ങി വരികയും തിരിച്ചു കയറി പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. എന്നിട്ട് വീണ്ടും അത് ഇറങ്ങി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആകെ ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പക്ഷേ ആനയെ തിരിച്ച് ആനകളെ വനത്തിൽ കെട്ടാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും ഉൾപ്പെടെ ഇന്ന് ആനകളെ വനത്തിൽ കെട്ടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമല്ല, താൽക്കാലികമായ ഒരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. സേതുലക്ഷ്മി. ശരി അജിത്ത്, പറഞ്ഞ പോലെ തന്നെയാണ് ഈ ആനകളൊക്കെ കാണാൻ ഭയങ്കര കൗതുകമാണ്. നമുക്ക് ഈ ആനകളെ ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല. പക്ഷേ ഈ ആനകൾ ഒരു ജനവാസ മേഖലകളിലൊക്കെ വരുത്തി വയ്ക്കുന്ന നാശങ്ങൾ അത് അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം പ്രത്യേകിച്ച് അവരുടെ കൃഷി നശിപ്പിക്കുക, സ്ഥിരമായി ഇറങ്ങി അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പാലക്കാട് നിന്നുള്ളതാണ്. കഞ്ചിക്കോട് ജനവാസ മേഖലയിലാണ് ഈ ആനക്കൂട്ടം തമ്പടിച്ച് നിൽക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു, പാലക്കാട് നിന്ന്.